നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസ മേഖലയാണ്. കാരണം പ്രത്യേകിച്ചും ഒരുപാട് കാലം പഠനം നിർത്തിപ്പോയ, ബ്രേക്കായി പോയ കുട്ടികളെ, അതായത് വിദ്യാർത്ഥിനികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പല കോഴ്സുകളിലേക്കും പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ പറ്റിക്കുന്ന ഒരു ലോകമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും മാമുക്കോയ ദുബായിലേക്ക് ജോലി തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രംഗം നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഈ സമയത്ത് കടന്നു പോവുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു വളരെ തമാശയോട് കൂടിയാണ് നമ്മൾ അതിനെ കണ്ടത് എന്നുണ്ടെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജോലി തരാം എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്ന കെണിയിൽ എപ്പോഴും ആളുകൾ കുടുങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ ഈ ആഗ്രഹത്തെയും ഈ മനുഷ്യൻ്റെ ഇമോഷനെയും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ മേഖലകളിലും എന്നും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും. ഞാനിത് പറയാൻ കാരണം 24 വർഷമായിട്ട് ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസ മേഖലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച ഒരാളാണ് ഞാൻ. പല സമയങ്ങളിൽ പല രൂപത്തിൽ പല ബൂമറാങ്ങുകൾ വന്നുകൊണ്ടിരിക്കും. ഒന്ന് ജോലിയാണെങ്കിൽ മറ്റൊന്ന് വേറെന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ട് കുട്ടികളെ പറ്റിക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണ്, ആർക്കും നേടിത്തരാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ഈ ലോകത്തെ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി ദൈവം തന്നത് അവൻ്റെ ബ്രെയിനും അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവുമാണ്. ഈ മൂന്നിനെയും ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവൻ, ഏറ്റവും നല്ല രീതിയിൽ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണോ അയാൾക്കാണ് ജീവിതത്തിൽ ഉയർച്ചയും നല്ല ജോലിയും കിട്ടുക എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഒരു ചെറിയ ഒരു ജോലി ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കോഴ്സും ചെയ്യണമെന്നില്ല. നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു സാധാരണ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരുന്ന പുറത്തു പോയി ചെയ്താൽ നിങ്ങൾക്കൊരു ജോലിയായി അത് മാറും. പക്ഷേ നിങ്ങളുടെ ഉയർന്ന സ്കില്ല് നേടി ഉയർന്ന ലെവലിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ഏറ്റവും മികച്ചത് ഏതാണോ അത് തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സമ്പത്തും നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.